കായംകുളം നിയമസഭാ മണ്ഡലം അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾക്കപ്പുറം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ആര് ജയിച്ചു എന്നതിനപ്പുറം ഡേറ്റയാണ് സംസാരിക്കേണ്ടത്, കണക്കുകളാണ് സംസാരിക്കേണ്ടത്. ഈ കണക്കുകളെ ആര് മാറ്റിമറിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനം. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യവും പ്രതിഭ ഹരിയാണ് അവിടെ മത്സരിക്കുന്നത്, അവിടുത്തെ MLA ആയി വന്നിട്ടുള്ളത്. ആ 2 പ്രാവശ്യവും കോൺഗ്രസിൻ്റെ അരിത ബാബു, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് എം ലിജു വളരെ വലിയ നേതാവാണ്. 2016 ലിജു അവിടെ തോറ്റു. അതുപോലെ തന്നെ അത് 12,000 വോട്ടുകൾക്കാണ് തോറ്റത്. അതേസമയം ആ വോട്ടുകളെ കുറയ്ക്കാൻ അരിത ബാബുവിന് കഴിഞ്ഞു. അത് വനിതയായതുകൊണ്ടായിരിക്കും 6,000 സംതിലേക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ 2 പ്രാവശ്യവും അവിടെ മത്സരിച്ചത് NDAക്ക് വേണ്ടി BDJS ആണ്. അപ്പോൾ കായംകുളത്ത് BDJS മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം BDJSന്റെ ഒരു സാധ്യത എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. അപ്പോൾ BDJSന് അവിടെ വലിയ വോട്ട് കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയില്ല. വളരെ കുറച്ച് വോട്ടുകളാണ് BDJSന് കിട്ടിയത്. 2016 BDJS 3-ാം സ്ഥാനത്താണ്. ഷാജി M പണിക്കർ എന്ന് പറയുന്ന ആളാണ് മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ 3-ാം സ്ഥാനത്തേക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം അത് പ്രദീപ് ലാലാണ്, 2021 പ്രദീപ് ലാലാണ് മത്സരിച്ചിരുന്നത്. പ്രദീപ് ലാലും വളരെ പിറകിൽ പോയി. എന്നാൽ ഈ വർഷം സംഭവിക്കാൻ പോകുന്ന ഒരു അത്ഭുതം, കായംകുളം മണ്ഡലം BDJSൽ നിന്ന് BJP ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റൊരു മണ്ഡലം BDJSന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ അവസാന നിമിഷം വരെ വെള്ളം കുടിപ്പിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവർ ഇൻബോൺ ഫൈറ്ററാണ്. അവർ നല്ല പോരാളിയാണ്. അവർ പറയുന്ന വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ട്. അവർ എതിരാളികളെക്കുറിച്ച് പറയുന്നതിനകത്തൊരു സത്യസന്ധതയുണ്ട്. അവർ കാപട്യക്കാരിയായ ഒരു രാഷ്ട്രീയക്കാരിയായിട്ടല്ല ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് BJPക്ക് അതീതമായ ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കാനും ഒരു കരിസ്മാറ്റിസം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞാൽ, കേരള സമൂഹം പല കാലങ്ങളിലും പല പാർട്ടിയിലും പല നേതാക്കളെയും പ്രയോജനപ്പെടുത്താതെ പോയിട്ടുണ്ട്. കാലം കഴിഞ്ഞങ്ങ് പോകും, പിന്നെ പ്രയോജനപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കേരളം BJPയും കേരള സമൂഹവും അങ്ങനെ രണ്ടും എടുക്കണം, പ്രയോജനപ്പെടുത്താതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. വളരെ പ്രധാനപ്പെട്ട പൊസിഷൻസ് കൊടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ഗവർണറാക്കുക എന്നുള്ളതല്ല, ഗവർണറായാൽ പിന്നെ മറ്റൊന്നും ചെയ്യാനില്ല, അത് വേറൊരു പദവിയാണ്, ആലങ്കാരിക പദവിയാണ്. അതിനപ്പുറം അവരെ വളരെ കൃത്യമായി BJP ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. അവർ ഇത്രയും കുറച്ചു കാലം വരെ, ഇപ്പോൾ സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന സമയത്ത് കംപ്ലീറ്റ് അവർ തമ്മിൽ തർക്കവും വഴക്കും, അവർ പുറത്തു പോകും എന്നുള്ള, അവരായിട്ടൊന്നുകിൽ പോകും അല്ലെങ്കിൽ അവരെ കളയും, ആ നിലയിലേക്കൊക്കെ ഉള്ള വലിയ ചർച്ചകളൊക്കെ നടന്നു. പക്ഷെ അതെല്ലാം അവർ ഓവർടേക്ക് ചെയ്തവർ വന്നു. ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ ആരുമല്ല, ഞങ്ങളെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഞാൻ രാഷ്ട്രീയം പറയുകയാണ്, അല്ലാതെ ശോഭാ സുരേന്ദ്രൻ ആര് എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല. അവർ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഓരോ വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. അവർ വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താൻ നേടിയ വലിയ വിദ്യാഭ്യാസം ഇല്ലായ്മ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം വലുതായിട്ടില്ലാതിരുന്നിട്ടും ബാലഗോകുലം മുതൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഒരു പാരമ്പര്യം കൊണ്ടാവാം, ഒരു നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധത. നിഷ്കളങ്കത എന്ന് പറയില്ല, രാഷ്ട്രീയക്കാരിൽ നിഷ്കളങ്കരില്ലല്ലോ. ഒരു സത്യസന്ധത അവരുടെ അഭിപ്രായത്തിലുണ്ട്. ആ സത്യസന്ധത അവർ KC വേണുഗോപാലിനെ വരെ വെള്ളം കുടിപ്പിച്ചു. ആദ്യത്തെ പല റൗണ്ടുകളിൽ വോട്ടെണ്ണിയപ്പോഴും ശോഭാ സുരേന്ദ്രനാണ് മുന്നിൽ വന്നത്. പിന്നെ അവസാനം KC വേണുഗോപാൽ ജയിച്ചു. അപ്പം അതിനും പല കാരണങ്ങളുണ്ട് അവിടെ ജയിക്കുന്നത്. കാരണം അവിടെ ഈഴവർക്ക് വലിയ മുൻതൂക്കമുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനുണ്ട്. KC വേണുഗോപാൽ നേരത്തെ അവിടെ ഇതായിരുന്നു. VM സുധീരൻ അവിടെ ജയിച്ചിട്ടുണ്ട്. പിന്നെ പല കോൺഗ്രസ് നേതാക്കളും, PA ഫ്രാൻസിസ്, VS അച്യുതാനന്ദൻ തോൽപ്പിച്ച ഒരു ജില്ലയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കോൺഗ്രസിനും ഒരുപോലെ വേറുള്ളൊരു ജില്ലയാണത്. അവിടെ പക്ഷേ G. പോലെയുള്ള, തോമസ് ഐസക്കിനെ പോലുള്ള വലിയ നേതാക്കൾ ഉണ്ടായി വന്നതും ആലപ്പുഴയിൽ നിന്നാണ്. പിന്നെ നമ്മുടെ സമരനായകനുണ്ടല്ലോ, പുന്നപ്രയുടെ വിപ്ലവ വീരനായകൻ VS അച്യുതാനന്ദൻ അവിടെ നിന്നല്ലേ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയൊരു നാടാണത്. പുന്നപ്രയും വയലാറും ഒക്കെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ മുൻതൂക്കമുള്ള പ്രദേശങ്ങളാണ്. ഒരു തലമുറ മാറ്റം വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു തലമുറ മാറ്റം വരുന്നു എന്നുള്ളതാണ്. ന്യൂജൻ കംപ്ലീറ്റ്, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റികളും, കായംകുളം മുനിസിപ്പാലിറ്റിയിലും അതിൻ്റെ അടുത്തുള്ള കുറേ പഞ്ചായത്തുകളുമുണ്ട്. ആ പഞ്ചായത്തുകളിലുമൊക്കെ കണക്കാക്കുമ്പോൾ വളരെ കൃത്യമായി അവിടെ അത് BJPക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. കായംകുളത്തിന് അടുത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വരുന്ന പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് പിന്നെ
ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് വരുന്നു, കൃഷ്ണപുരം പഞ്ചായത്ത് വരുന്നു, ദേവികുളങ്ങര, തഴക്കര, പതിയൂർ, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തുകളൊക്കെ കായംകുളത്തിൽ വരുന്നതാണ്. മുനിസിപ്പാലിറ്റി വരുന്നു. 5 ഗ്രാമപഞ്ചായത്തുകളും ഒരു നിയമസഭാ മണ്ഡലവും വരുന്ന ഒരു മുനിസിപ്പാലിറ്റിയും വരുന്നതാണ്. അവിടെ ശക്തമായ BJPക്ക് വേരോട്ടമുള്ള പഞ്ചായത്തുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ധാരാളമായി BJPക്ക് പഞ്ചായത്തുകളിൽ പല സ്ഥലങ്ങളിലും സ്ഥാനം കിട്ടിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലും നല്ല ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും വളരെ കൃത്യമായി ശോഭാ സുരേന്ദ്രന് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. അവർ ആറ്റിങ്ങൽ മത്സരിപ്പിച്ചപ്പോഴും എവിടെ മത്സരിച്ചാലുമുള്ള ഗുണം നന്നായി അവർ ക്രൗഡ് പുള്ളറാണ്, മാസ് പുള്ളറാണ്. ജനങ്ങളെ അവർക്ക് മൊബിലൈസേഷൻ അറിയാം. പക്ഷെ ഒരു പ്രശ്നം, ഈ BJPയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, അവർ സുരേഷ് ഗോപിക്ക് ചെയ്തു കൊടുത്തതുപോലെ, അല്ലെങ്കിൽ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കഴക്കൂട്ടത്തെ V മുരളീധരൻ ചെയ്യുന്ന പോലെ ഒരു മണ്ഡലത്തിൽ, അത് ലോകസഭയായാലും പിന്നെ നിയമസഭയായാലും പഞ്ചായത്തായാലും ഒരു മണ്ഡലത്തിൽ ഒരാൾ തോറ്റുപോയാൽ പിന്നെ അയാളെ വീണ്ടും സംസ്ഥാനത്ത് മറ്റെടുത്തിട്ട് കറക്കും. അതേ മണ്ഡലത്തിൽ തന്നെ ഒന്നുകൂടി ശ്രമിക്കാനും അവിടെ തന്നെ തുടർച്ചയായി ഇടപെടാനുമുള്ള ഒരു അവസരമില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇടപെടുന്ന സ്ഥലങ്ങളിൽ ഇടപെട്ട് പോയാൽ തീർച്ചയായിട്ടും അവർക്ക് വിജയിക്കാൻ കഴിയും. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി അവർ വളരെ സജീവമായി കായംകുളത്തുണ്ട്. കായംകുളം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് അവസാനം വരുമ്പോൾ അവരെ ഒതുക്കാൻ വേണ്ടി BDJSന് വീണ്ടും അവിടെ സീറ്റ് കൊടുത്തിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ട് പോവോ എന്നുള്ളതും നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ഇത് പാർട്ടി BJP ആണ്. പല കാര്യങ്ങളും നടക്കാം. നമ്മൾ പല കാര്യങ്ങളിലും പല രൂപത്തിലും കാണുന്നതാണ്. എന്തായാലും കായംകുളം ഇന്നത്തെ ഒരു നില വെച്ച് നോക്കിയാൽ ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ടുകളുടെ വ്യക്തിബന്ധ വോട്ടുകളും കൂടെ കണക്കാക്കിയാൽ BJP ആണ് അവിടെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വന്നാൽ കടുത്ത മത്സരമായിരിക്കും നടക്കുന്നത്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പ്രതിഭ ഹരിയെക്കുറിച്ചുള്ള അഭിപ്രായം ഒരുപാട് മാറിയിട്ടുണ്ട്. മകനെ അവർ ഗഞ്ചാവ് കേസിലൊക്കെ പിടിച്ചു. അത് അവർ പറയുന്നു മകൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, മകൻ്റെ കയ്യിലില്ല. അത് വേറെ വിഷയം, കോടതി തീരുമാനിക്കണം, അല്ലെങ്കിൽ കേസ്. പക്ഷെ അതിൽ പിടിച്ചു, അവരെ അങ്ങനെ പിടിച്ചു എന്നുള്ളതൊരു വിഷയം വാർത്ത വന്നു. അതിലൊക്കെ അവരുടെ പ്രതികരണമൊക്കെ വളരെ മോശമായി, പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന ഒരുപാട് പ്രതികരണമൊക്കെ അവിടെ നിന്ന് വന്നു. പിന്നെ G സുധാകരൻ ഒരു വല്ലാത്ത ഫാക്ടറാണ് ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് കായംകുളത്തൊക്കെ വലിയ ഫാക്ടറാണ് G സുധാകരൻ. അതും എങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല. അതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു സാധ്യത ശോഭാ സുരേന്ദ്രന് കാണുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ ജയിച്ചു വരേണ്ടവരാണ്. ഞാനൊരു പാർട്ടി വെച്ച് പറയുന്നതല്ല. അവർ വളരെ അനുഭവ സമ്പത്തുള്ള കാരണസഹിതം പഠിച്ച അഭിപ്രായം പറയുന്ന അപൂർവ നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ.